ബോളിവുഡിൽ തിളങ്ങുന്ന താരമാണ് തമന്ന ഭാട്ടിയ. പ്രത്യേകിച്ച് തെലുങ്ക്, തമിഴ് സിനിമ ഇൻഡസ്ട്രികളിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത അപൂർവം നായകന്മാരിൽ ഒരാളാണ് തമന്ന എന്ന് പറയാം. കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും നൃത്തരംഗങ്ങളും തമന്നയെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും സിനിമാ വ്യവസായത്തിലെ പ്രമുഖർക്കും ഏറെ പ്രിയങ്കരിയാക്കി. മിൽക്കി ബ്യൂട്ടി എന്നാണ് നടിയെ ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത്. വശ്യമായ സൗന്ദര്യമാണ് നടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ബാദ്രയിലൂടെ മലയാള സിനിമയിലേക്കും അരങ്ങേറിയ തമന്നയ്ക്ക് വലിയൊരു ആരാധക വൃന്ദം കേരളത്തിലുണ്ട്. സിന്ധി ഹിന്ദു കുടുംബാംഗമായി മുംബൈയിലാണ് നടി ജനിച്ചത്. രത്നവ്യാപാരമാണ് കുടുംബ ബിസിനസ്. കുടുംബത്തിൽ നിന്നുള്ള ഏക സിനിമാ താരം തമന്നയാണ്. 20കളുടെ തുടക്കം മുതൽ ലൈംലൈറ്റിൽ തമന്നയുണ്ട്. മോഡലിംഗ്, ഡാൻസ് എന്നിവയിലാണ് തമന്ന ഏറെയും തിളങ്ങാറുള്ളത്. ഗ്ലാമർ വേഷം കിടിലിനായി ചേരുന്ന അഭിനേത്രി കൂടിയാണ് താരം. മറ്റേത് നായിക ഗ്ലാമർ റോൾ ചെയ്താലും ഐറ്റം ഡാൻസ് പെർഫോം ചെയ്താലും കമന്റുകളും ട്രോളുകളും വിമർശനങ്ങളും എല്ലാം വരും. പക്ഷേ തമന്നയുടെ കാര്യത്തിൽ അത് സംഭവിക്കാറില്ല. നടി ഗ്ലാമറസ് റോൾ ചെയ്താലും ഐറ്റം ഡാൻസ് കളിച്ചാലും അതിലൊന്നും അശ്ലീലം തിരയാൻ നടിയുടെ ആരാധകർ നിൽക്കാറില്ല. അങ്ങനെയൊരു പ്രിവിലേജ് സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലം മുതൽ തമന്നയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഗ്ലാമറും ടാലന്റും കൊണ്ട് സിനിമാ ലോകം സ്വന്തമാക്കിയ സുന്ദരി കൂടിയാണ് തമന്ന. 2 പതിറ്റാണ്ടിലേറെയായി മുൻനിര നായികയായി തുടരുന്ന തമന്നയ്ക്ക് അടുത്തിടെയായി പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ലഭിക്കാറില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ അവരുടെ കരിയറിൽ ചില ഇടവേളകൾ ഉണ്ടായതും അവസരങ്ങൾ കുറയാൻ കാരണമായിട്ടുണ്ട്. ഐറ്റം ഡാൻസിലേക്കുള്ള അവസരങ്ങളല്ലാതെ കാര്യമായ കഥാപാത്രങ്ങളൊന്നും വന്നു ചേരുന്നില്ല. മിനിറ്റുകൾ മാത്രമുള്ള പാട്ടുകളിൽ വന്നു പോയിട്ടും അതിലൂടെ ട്രെൻഡിംഗ് ആകാൻ തമന്നയ്ക്ക് കഴിയാറുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇതുവരെയുള്ള തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് നടി മനസ്സ് തുറന്നു. ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുന്നില്ലെന്ന പോളിസി തനിക്കുണ്ടായിരുന്നുവെന്ന് തമന്ന പറയുന്നു. ഞാൻ വളരെ കാലമായി വ്യായാമം ചെയ്യുന്നയാളാണ്. പക്ഷെ ശരീരം ആവശ്യപ്പെടുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറന്ന് ഒന്നും ചെയ്യാറില്ല. ക്ഷീണിച്ചാലും ഉറക്കം വന്നാലും വ്യായാമം നിർത്തി വിശ്രമിക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ ശാന്തമായ സ്ഥലങ്ങളിൽ പോകാനും ധ്യാനിക്കാനും ക്ഷേത്രങ്ങളിൽ പോകാനും തനിക്കിഷ്ടമാണെന്നും നടി പറഞ്ഞു. അടുത്തിടെ നടത്തിയ കാശി യാത്ര തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അവിടുത്തെ ആത്മീയ അന്തരീക്ഷം എന്നെ വളരെയധികം ആകർഷിച്ചുവെന്നും തമന്ന പറഞ്ഞു. ഒരു ഗ്ലാമറസ് നടിയായി ഞാൻ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ചില പോളിസികൾ എനിക്കുണ്ടായിരുന്നതിനാൽ ശക്തമായ വേഷങ്ങൾ എനിക്ക് നഷ്ടമായി. ചുംബന രംഗങ്ങൾ ചെയ്യില്ല എന്ന നയം ഞാൻ കർശനമായി ഒരു സമയം വരെ പാലിച്ചു. എന്നാൽ ആ വാശി ഒഴിവാക്കിയ ശേഷം ഞാൻ ബോൾഡും ഗ്ലാമറസുമായ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു എന്റെ കരിയറിലെ വഴിത്തിരിവെന്നാണ് നടി പറഞ്ഞത്. മുൻപും സിനിമകളിലെ സ്ത്രീകളുടെ ഗ്ലാമറസ് റോളുകളെ കുറിച്ച് നടി സംസാരിച്ചിട്ടുണ്ട്. ഹോട്ട് സീനുകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരം സീനുകളും സിനിമകളുമാണ് ഇൻഡസ്ട്രിയും പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ നിർബന്ധിതയാകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഒരു പരിണാമമെന്നായിരുന്നു തമന്ന പറഞ്ഞത്. നല്ല കഥാപാത്രങ്ങൾ ഏത് ഭാഷയിൽ നിന്ന് വന്നാലും സ്വീകരിക്കുന്ന കൂട്ടത്തിലുമാണ് താരം.